313 ബദരീങ്ങളെ കാണും വലിയ മഹാനായി കേരളത്തിൽ ഒരു വലിയ ഉണ്ടായി എന്ന് ബദരീങ്ങളല്ലാത്ത ഒരാൾ അങ്ങനെ ചിന്തിച്ചാൽ അത് ഒരു നിലക്ക് പറഞ്ഞാൽ കടുകടുത്ത തെറ്റ് കുഫർ വരാൻ സാധ്യതയുള്ളതാണ്. കാരണം ആർക്കും സംശയമില്ലല്ലോ, ബദരീങ്ങളിൽ ഒന്നാമത്തെ ആള് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ 313 ആൾക്ക് മാത്രം മതിയായ ഒരാള് കേരളത്തിലുണ്ടായി എന്ന് പറഞ്ഞാൽ ആ മഹാന്റെ ജീവിതകാലത്താണെങ്കിൽ അവനെ പിടിച്ചു കൊണ്ടുവന്ന് മഹാനവറുകൾ ചെയ്യേണ്ടത് ചെയ്യുമായിരുന്നു. ഒരിക്കലും അത്തരത്തിലുള്ള ജഹാലത്ത്, അതാണ് നേരത്തെ പറഞ്ഞത്, ജാഹിലിക്ക് തസൗഫ് ഉണ്ടാവില്ല എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു വെറുതെ പറഞ്ഞതല്ല. അതേ, ഹദാ ജഹൂലുൻ കൈഫ ദുൽ ജഹ്ലി യസ്ലുഹു. വിവരമില്ലാത്തവൻ എങ്ങനെ നന്നാകുക? വിവരമുള്ളവർ പറയുന്നത് കേൾക്കാനെങ്കിലും തയ്യാറാണ്ടേ, പിന്നെ എങ്ങനെയാണ് നന്നാകുക? വിവരമില്ലാത്തവന് പേടിക്കേണ്ടതൊന്നുമില്ല, വിവരമുള്ളവർ പറയും പോലെ കേട്ടാ മതി. അതിന് വിവരമുള്ള ഇല്ല എന്നുള്ള വിവരം ഇല്ലാതെ വിവരമുള്ളവരെ ചോദ്യം ചെയ്യാൻ നടക്കുന്നവനായാലോ പിന്നെ അവനെങ്ങനെ നന്നാകുക? വദുൽ ജഹ്ലി യസ്ലുഹു. എങ്ങനെയാണ് അവൻ നന്നാകൽ? എങ്ങനെയാണ്? സുഹൃത്തുക്കളെ, ഏറ്റവും വലിയ മഹാന്മാര് സഹാബത്താണ്. ആ സഹാബത്ത് ഖുർആന്റെ നഫ്സ് കൊണ്ട് തന്നെ റളിയല്ലാഹു അൻഹും വറദുവാൻ, അതിലേറ്റവും വലിയ മഹാന്മാര് ബദരീങ്ങളാണ്. ആ ബദരീങ്ങളിൽ ഒന്നാമത്തെ ആള് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ കഴിഞ്ഞ് ബാക്കിയുള്ളത് സഹാബത്ത്. ഒന്നാമത്തെ ഖുത്ബ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്, രണ്ടാമത്തെ ഉമർ റളിയല്ലാഹു അൻഹു ആണ്, മൂന്നാമത്തെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്, നാലാമത്തെ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളാണ്, അഞ്ചാമത്തേത് ഹസൻ റളിയല്ലാഹു അൻഹു ആണ്, ആറാമത്തേത് മുആവിയ റളിയല്ലാഹു അൻഹു ആണ്. ഇത് ഞാൻ പറയുന്നതല്ല, മഹാനായ ഇമാം ഷാറാനിയെ പോലുള്ള പണ്ഡിതന്മാർ വിവരിച്ചതാണ്. ആ മുആവിയ റളിയല്ലാഹു അൻഹു പിഴച്ചുപോയി എന്ന് പറഞ്ഞ ഒരു തരീഖത്ത്, സർക്കാർ തരീഖത്ത് എന്ന് പറഞ്ഞിട്ട് ഈ കേരളത്തിൽ കൊണ്ടുവന്ന് ചെലവാക്കാൻ നോക്കിയില്ലേ? മുആവിയ റളിയല്ലാഹു അൻഹു മുനാഫിഖാണെന്ന് പറഞ്ഞിട്ട് സഹാബത്തിന്റെ കൂട്ടത്തിൽ ഖുതുബാണവർ എന്ന് സൂഫിയാക്കളൊക്കെ രേഖപ്പെടുത്തുന്നു. അപ്പൊ സൂഫിയാക്കളെ കിതാബുകളോ അവരെ യാതൊരു വിവരങ്ങളോ ഇല്ലാതെ എന്തെല്ലാമോ വിചാരിച്ച് നടക്കുന്ന വിവരം കെട്ട ആളുകളുടെ കെണിയിൽ പോയി ചാടിപ്പോകരുത് മുസ്ലിമീങ്ങൾ, വളരെ ശ്രദ്ധിക്കണം. മഹാനായ മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ പറയാണ്, വയഖൂലു അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ ഇന്ന സ്വഹാബത കാനൂ അഹ്ലുൽ ജദബത്തി ബിഖുവ്വത്തി സ്വഹബത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. ثم انتشرت تلك الجواد بعد علي بن ابي طالب رضي الله عنه الى مشايخ الطريقه ثم تشعبت الى سلاسل كثيره حتى ضعفت وانقطعت عن كثير منهم فبقي منهم الرسوم في صوره شيوخه بلا معنى ثم تشعب منهم اهل البدع. പിന്നെ ബിദ്അത്തുകാര് അതിൽ നിന്നൊക്കെ കുറെ ആളുകൾ രംഗത്ത് വന്നു. അങ്ങനെ കുറെ കക്ഷികളൊക്കെ ഇവിടെ ഉണ്ടായി. അപ്പൊ സുഹൃത്തുക്കളെ, ഈ ബിദ്അത്തുകാരായ കുറെ ആളുകൾ തസൗഫിന്റെ പേരിൽ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് നമ്മളെ ഇമാമിയങ്ങൾ, മഹാനായ ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി അടക്കം നമ്മളെ ശരിക്ക് പറഞ്ഞ് പഠിപ്പിച്ചു വെച്ച സംഗതിയാണ്. എവിടെങ്കിലും ഒരു ആൾ ശൈഖ് എന്ന് പറയുമ്പോഴേക്ക് നമ്മൾ ഓടിപ്പോകാൻ പാടില്ല, നമ്മൾ അതിന് അംഗീകാരം കൊടുക്കാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. സിറുൽ അസ്റാർ നോക്കിയാണ് ഞാൻ വായിച്ചത്. ഇനി സുഹൃത്തുക്കളെ, മഹാന്മാര് വീണ്ടും പറയാണ്, മശായിഖന്മാരുടെ കോലത്തിൽ നടക്കുന്ന കുറെ ആളുണ്ട്. ഫസ്ലുൻ ഫീ ദിക്രി ബഅദിൽ മുതശബ്ബിഹീന ബിൽ മശായിഖ് വഅഹ്ലിൽ ഇറാദ വഹദാ ബാബുൻ മുത്തസിൻ മുതശഅബുൻ ഖല്ല അൻ തൻഹസ്റ മഫാസിദുഹു. നാശം വലുതല്ല, ഈ ശൈഖ് കോലം കെട്ടി നടക്കുന്നവർക്കുള്ള നാശം ചെറുതല്ല. മഹാനായ ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു പറയാണ്, أو يتعين ما يقع منه لكثرته لكن نشير إلى شيء منه ليستدل به على ما عداه والله المستعان. അത്തരം വേഷം കെട്ടുന്ന ശൈഖന്മാർ, അവർക്കുള്ള കുറച്ച് ലക്ഷണങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് നിങ്ങൾ നന്നായി മനസ്സിലാക്കിക്കോളൂ. ആരാ പറയുന്നത്? ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു ആണ്. അവരൊന്നും ചില്ലറക്കാരല്ല. ബുധനാഴ്ച നഖം മുറിക്കണ്ട എന്നൊരു ഹദീസ് കണ്ടപ്പോ അത് ലൈഫാണ്. അപ്പൊ ലൈഫല്ലേ എന്ന് വിചാരിച്ചിട്ട് നഖം മുറിച്ചു പോയി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടു. മഹാനവറുകൾക്ക് ശരീരത്തിൽ അതാ വെള്ളപ്പാണ്ട് രോഗം വന്നു. നബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. നബി തങ്ങളെ സ്വപ്നത്തിൽ കാണൂല എന്ന് ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രൂപത്തിൽ ശൈത്താന് വരാൻ കഴിയില്ല, അതിലിവിടെ ആർക്കും തർക്കമില്ല. നബി സല്ലല്ലാഹു നിങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ വെള്ളപ്പാണ്ട് രോഗത്തെക്കുറിച്ച് അപരാധി ബോധിപ്പിച്ചു. നബി തങ്ങളോട് ഇസ്തിഗാസ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ കേട്ടിട്ടില്ലേ ബുധനാഴ്ച നഖം മുറിക്കരുത്, നിങ്ങൾ എന്തിനു മുറിച്ചു? മഹാനുകൾ ആ ഹദീസ് സഹീഹായി കിട്ടിയില്ലല്ലോ. സഹീഹായി കിട്ടിയില്ലെങ്കിലും ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങൾ കേട്ടില്ലേ?
ആ റിവായത്തിന് കുഴപ്പമുണ്ടായാലും ഇല്ലെങ്കിലും അങ്ങനെ പറഞ്ഞു എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടില്ലേ? നിങ്ങൾക്കത് ഒഴിവാക്കിക്കൂടായിരുന്നോ? ഞാൻ പറഞ്ഞില്ലേ, അതാണ് ശരിയായ തസവ്വുഫ്, വറായി, സൂക്ഷ്മത. നിങ്ങൾക്ക് ഒഴിവാക്കിക്കൂടായിരുന്നോ? അപ്പൊ പിന്നെ മാപ്പ് പറഞ്ഞു, എന്നിട്ടോ തൗബ പറഞ്ഞു, അപ്പോൾ അങ്ങ് തടകിക്കൊടുത്തു, രോഗം മാറിപ്പോയി. അതാണ് ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു. ആ ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു വിവരിക്കുകയാണ് ഈ വേഷം കെട്ടി നടക്കുന്ന ശൈഖന്മാരെ സംബന്ധിച്ച്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഫമിൻ ദാലിക, അത്തരം കക്ഷികളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് അന്ന കസീറൻ മിനൻ നാസി യദ്ദഇ ദീന വസ്സലാഹ്, പലരും ഞാൻ വലിയ ദീനിന്റെ ആളാണ്, ഞാൻ വലിയ സാലിഹാണ് എന്ന് പറയും. വന്നഹു മിൻ അഹ്ലിൽ വസൂലി, അദ്ദേഹം അള്ളാഹുവിലേക്ക് ചേർന്ന ആളാണെന്ന് വാദിക്കുന്നു. എന്നിട്ട് അയാളെന്താ പണിയെന്താ? ചില മഹാന്മാരുടെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ചരിത്രം പറയാണ് അയാള്. അയാളെ മനസ്സിലുള്ള ഉദ്ദേശം എന്താ അറിയോ? ആ മഹാന്റെ സംഭവം ഇങ്ങനെ പറഞ്ഞിട്ട് അതേപോലെ തന്നെയാണ് ഞാനും ഒന്ന് വരുത്തി തീർക്കലാണ്, അതാണ് ഉദ്ദേശം. അങ്ങനെ മൂപ്പർക്ക് വലിയ ആളാൻ വേണ്ടി വേറെ ചില മഹാന്മാരുടെ ചരിത്രം പറയാണ്. ചിലരെത്രത്തോളം ഉണ്ട് എന്നറിയോ? ചില മഹാന്മാരെ ചരിത്രം പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പറയും, ഇത് ഞങ്ങൾ പോയിട്ട് ആളെ സിയാറത്ത് ചെയ്തോളി. നീ പറയുമ്പോ ഞാൻ പറഞ്ഞിട്ട് വന്നാന്നും കൂടി പറഞ്ഞോളി. ഓ, മൂപ്പരടുത്ത് വലിയ സ്ഥാനമുണ്ട് എന്ന് ഇവനെ തോന്നിപ്പിക്കാനുള്ള പരിപാടിയാണ്. ഇങ്ങനത്തെ ചില പരിപാടിക്കാരിപ്പോ ഇല്ലേ? അപ്പൊ ഇരിക്കട്ടെ. അപ്പൊ അതും വേറെ ചിലര് എനിക്ക് ആ വലിയ മഹത്വമുള്ള ആത്മീയത ഒക്കെ കിട്ടിയെന്ന് വാദിക്കുന്നു. അവരിൽ ചിലര് ചില ചരിത്രങ്ങളൊക്കെ രചിക്കാൻ തന്നെ കഴിവുള്ളവരാ. വൽ മറായി, കുറെ സ്വപ്നങ്ങളും സ്വപ്നം രചിക്കാൻ കഴിവുള്ള കുറെ ആൾക്കാര്. സ്വന്തം തന്നെ ഉണ്ടാക്കുകയാണ് സ്വപ്നം. മൂപ്പര ഖിദ്ർ നബീനെ സ്വപ്നം കണ്ട്, റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ട്, മറ്റേ ഷാഫി ഇമാമിനെ സ്വപ്നം കണ്ട്, കാണലോട് കാണൽ തന്നെ. ചിലർക്ക് വലിയ മുസീബത്ത് പറ്റിയിരിക്കുകയാണ്. പറഞ്ഞു ഞാൻ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടു എന്ന് പച്ചക്കള്ളം പറയാണ്. ഫിൽ മനാമി, ഉറക്കില്. നബി തങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്ത് ഇങ്ങോട്ട് വന്നു. സംസാരിച്ചു. ചിലത് നിർദ്ദേശിച്ചു, ചിലത് വിരോധിച്ചു. ഇങ്ങനെയൊക്കെ പറയാൻ വരെ മുതിരുന്നവർ ശൈഖ്വാദികൾ. ചിലർ നബി സല്ലല്ലാഹു അലൈഹി സ്വലാത്തു വസ്സലാം നബി തങ്ങളെ കണ്ടു എന്ന് വാദിക്കുകയാണ്. അതെ, ഞാൻ പച്ചയെ തന്നെ കണ്ടു, ഉറക്കിലൊന്നല്ല, ഞാൻ ഉണർവിൽ തന്നെ കണ്ടു എന്ന് വാദിക്കുന്നവര്. ഇത് വളരെ ഇടുങ്ങിയ ഗേറ്റാണ് കേട്ടോ. അങ്ങനെ സംഭവിച്ചുകൂടെ നിങ്ങൾ ചോദിച്ചാൽ, സ്വപ്നത്തിൽ നബി തങ്ങളെ കാണാം, ചിലപ്പോൾ ചില മഹാന്മാർ ഉണർവിലും കാണാം. അതിവിടെ നിഷേധിക്കുന്നില്ല. ഇല്ലാ മൻകാന അലാ സിഫത്തിൻ അസീസിൻ വജൂദുഹാ ഫീ ഹാദ സമാൻ. മുമ്പ് കഴിഞ്ഞു പോയ വലിയ വലിയ മഹാന്മാരിൽ ചിലർ ഉണർവിൽ കണ്ടവരുണ്ട്, അതേ ഉറക്കിൽ കണ്ടവരുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ ഉണർവിൽ കണ്ട ആളുകളൊക്കെ പഴയ കാലത്ത് പലരും ഉണ്ടായി. ബൽ അദിമത്ത് ഗാലിബൻ മാ അന്നാ ലാ യുൻകിറു മൻ യഖഉ ലഹു ഹാദാ മിനൽ അകാബിരിൽ ലദീന ഹഫിളഹുമുല്ലാഹ്. അല്ലാഹു തആല വലിയ ഹിഫ്ള് കൊടുത്ത പ്രമുഖന്മാരായ ഔലിയാക്കൾ ആരെങ്കിലും കണ്ടെങ്കിൽ ആ കണ്ടതിനെ നമ്മൾ നിഷേധിക്കുന്നില്ല, അതില്ലെന്ന് വാദിക്കുന്നില്ല. പക്ഷെ ഇക്കാലത്ത് ഏത് മനുഷ്യനും അങ്ങ് വാദിക്കുകയാണ്. ഞാൻ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്, നിർദ്ദേശം കെട്ടിക്കൊണ്ടിരിക്കുകയാണ്, ചിലപ്പോൾ ഉണർവിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുകയാണ്. ഇതൊക്കെ ശൈഖ്വാദികളുടെ ചില പരിപാടികളാണ്. എന്നിട്ട് പിന്നെയും മഹാനായ ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു പറയാണ്, വമിൻഹും മൻ യുശീറു ഇലാ നഫ്സിഹി ബിൽ കറാമാത്തി. ചിലരൊക്കെ സ്വന്തം കറാമത്ത് അതിങ്ങനെ സൂചിപ്പിച്ച് പറയുന്ന ചില ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. അത് മാത്രല്ല, എൻ്റെ വകയിൽ ഞാനൊന്ന് കൂട്ടട്ടെ, അതിന് കുറച്ച് ഏജൻസികളുമുണ്ട്. ചില അത്ഭുതങ്ങളൊക്കെ അയാൾക്ക് ഉണ്ടായി എന്നിങ്ങനെ അയാൾ എന്നെ സൂചിപ്പിക്കുക. ഞാൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ഉണ്ടായി, ഇങ്ങനെ ചെയ്തു, അങ്ങനെ ഉണ്ടായി, ഇങ്ങനെ കുറെ കറാമത്ത് പറയുന്നവര്.
പിന്നെയോ വഹുവ അരിയുൻ അൻഹാ ബിലിത്സാബി ബിളിദ്ദിഹാ, ഒരിക്കലും അവൻ കറാമത്തിന് യോഗ്യനല്ല, മറിച്ച് കറാമത്ത് കിട്ടാൻ കാരണമാകുന്ന നിലക്കുള്ള ജീവിതം അദ്ദേഹത്തിനില്ല. വമിൻഹും മയദ്ദഈ റുയത്തൽ മശായിഖ് വലുഖിയഹും, അതേപോലെ തന്നെ വേറെ ചിലര് ശൈഖന്മാരെ കണ്ടു എന്ന് പറയാണ്. അതേ മുഹീദ്ദീൻ ശൈഖ് ഇപ്പൊ പറഞ്ഞങ്ങ് പോയിട്ടേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്, റിഫായി ശൈഖ് ഇന്നലെ എൻ്റെ അടുത്ത് വന്നത് ഇങ്ങനൊക്കെ പറയുന്ന കുറെ ചങ്ങാതികളില്ലേ, വലുഖിയഹും ഓരെ കണ്ടുമുട്ടി എന്ന് പറയാണ്. വഹുവ മാദ അലികലം യജിത്തമി ബിഹിം വലാ റആഹും, ആ മഹാന്മാരെ അവർ കണ്ടിട്ട് തന്നെ ഇല്ല, അതേപോലെ തന്നെ അവരെ കൂടെ ഇരുന്നിട്ടുമില്ല. ഞാൻ CM വലിയുള്ളാന്റെ സ്വന്തം ആളാണ്, ജീവിതത്തിൽ കാണാത്ത ചക്കനാ പറയുന്നത്. ഓ സഹോദരന്മാരെ, നിങ്ങൾ ഓർക്കണം, ജീവിതത്തിൽ കണ്ടിട്ടില്ല, എന്നിട്ടോ വലിയ CM വലിയുള്ളാന്റെ സ്വന്തം ആള്, അങ്ങനെ പറയുന്ന കക്ഷികളില്ലേ. ഇതൊക്കെ ഇമാമികൾ നേരത്തെ തന്നെ പറയാണ്. വമിൻഹും മൻ യദ്ദഈ സുഹബത ബഅദി ശുയൂഖി വൽഇഹ്തിദാഇ ബിഹദീഹിം, ചില മഹാന്മാരുമായി സഹവസിച്ചിട്ട് എനിക്ക് വലിയ ഹിദായത്ത് കിട്ടിയെന്ന് വാദിക്കുന്നവരുണ്ട്. വഹുവ ലം യജ്തമി ബിഹിം വലാ ഹുവ അലാ തരീഖിഹിം, അദ്ദേഹത്തെ കണ്ടുമുട്ടിയിട്ടില്ല, ഒരുമിച്ച് കൂടിയിട്ടില്ല, അതേപോലെ തന്നെ അവരുടെ തരീഖിലുമല്ല, അവരുടെ വഴിയിലുമല്ല. ബൽ റആ ബഅദ മൻ സഹിബ ശുയൂഖ, പിന്നെന്താ ഉണ്ടായത്? അത്തരം ചില ശൈഖന്മാരെ കണ്ട ചിലരെ ഇവൻ കണ്ടിട്ടുണ്ട്. ഫഹക്കാ ദാലിക അൻ നഫ്സിഹി, എന്നിട്ട് ആ കണ്ട ചിലര് പറയുന്നത് കേട്ടിട്ട് ഇവൻ അനുഭവിച്ചതുപോലെ ആളുകളെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. വമിൻഹും മൻ യദ്ദഈ റുയത്തൽ ഖദിരി, ചിലർ ഖിദിർ നബിനെ കണ്ടു എന്ന് വാദിക്കുന്നവരുണ്ട്. സുമ്മ ഇന്ന ബഅദഹും യുഅക്കിദു ദാലിക ബിൽ യമീനി, എന്നിട്ടോ അത് നേരായിട്ട് ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് തോന്നുമ്പോ അതിന് വല്ലാഹി വാസാക്കുന്നവരുമുണ്ട്. ലിയകൂന അദ്ആനിൽ ഖബൂലി മിൻഹു, സ്വീകരിച്ച് കിട്ടാൻ വേണ്ടി സത്യം ചെയ്തുകൊണ്ട് കള്ളം പറയുന്നവരുണ്ട്. ഹത്താ ലഖദ് ഖാല ബഅദു മൻ യുൻസബു ഇലൈഹി ശൈഉൻ മിൻ ഹാദാ ഇന്നൽ ഖദിറ യഅതി ഫീ കുല്ലി യൗമിൻ, എത്രത്തോളം അറിയോ ഇങ്ങനത്തെ വാദം വാദിക്കുന്ന ചിലര്, അവരിങ്ങനെ പറയാണ്, ഖിദിർ നബി എല്ലാ ദിവസവും എൻ്റെ അടുത്ത് വരുത്തുണ്ട്. വയഖിഫു അലാ ബാബിഹി, അതെ എൻ്റെ അതാ വാതിൽക്കൽ വന്ന് നിൽക്കാറുണ്ട്. പിന്നെ ദുഃഖാനിഹി, അല്ലേ എൻ്റെ കട എൻ്റെ അടുത്ത് വരാറുണ്ട്, അല്ലേ എൻ്റെ സാബി എൻ്റെ അടുത്ത് വരാറുണ്ട്. വയതഹദ്ദസു മഅഹു, എന്നിട്ട് ഖിദിർ നബി സംസാരിക്കാറുണ്ട്. ഓഹോ യബീഉ വയസ്തരി, ഞാൻ ഇങ്ങനെ ബുക്കിംഗ് കൊള്ളെല്ലാം ചെയ്യുമ്പോ ഖിദിർ നബി ഇങ്ങനെ വരാറുണ്ട്. വദാലിക കുല്ലുഹു തഖവ്വുലുൻ വഇഫ്തിആലുൻ ലാ അസ്ല ലഹു വലാ ഫർആ, അതിനൊരു അടിസ്ഥാനമില്ല, അസ്ലുമില്ല, ഫറുമില്ല, പച്ചക്കള്ളം പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാനുള്ള പരിപാടിയാണ്. പക്ഷേ മുതഅല്ലിമീങ്ങളെ തെറ്റിദ്ധരിക്കരുതേ, ഖിദിർ നബിനെ കാണാൻ പറ്റുന്നവർക്ക് കാണാൻ പറ്റും, അത് നിഷേധിക്കരുത്. ഖിദിർ നബി അലൈഹിസ്സലാം വരാൻ പറ്റുന്ന സ്ഥലത്ത് അത് കാണാൻ പറ്റുന്ന മഹാന്മാരാണ് കണ്ടതെങ്കിൽ അതിനെ അംഗീകരിക്കുകയും വേണം. പക്ഷെ ഈ വാദക്കാരുണ്ടല്ലോ, ശൈഖ് വാദികൾ, അവര് പറയുന്നത് വിശ്വസിച്ച് നിങ്ങൾ അവരെ പിന്നാലെ പോകല്ലേ. 40 നാളവർ മുന്നിൽ ഖിദിർ വന്ന് നവാലൊരു ഭാഷം ചൊല്ലിയില്ല എന്നോവർ, അപ്പോൾ ഖിദിർ ചൊല്ലി ഇവരെ പോലാരെയും ഔലിയാക്കളിൽ ഞാൻ കണ്ടില്ല എന്നോവർ. അത് സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി തങ്ങളാണ്. അങ്ങനെ പോലത്തെ ആളുകൾക്ക് കാണാൻ കഴിയും. പക്ഷേ ശൈഖ് വാദം ഉന്നയിച്ച് നടക്കുന്ന ആളുകള് അവരത് പറയുമ്പോ അങ്ങനെ തന്നെ അണ്ണാക്ക് തൊടാതെ വീഴാനൊന്നും പോകരുത്. ومنهم من أراد أن يلقي شيئا مما يخطر له قدم قبله الاستشهاد بكتاب الله. ഈ വാദികൾ എത്രത്തോളം ഉണ്ടെന്നറിയോ? ചിലര് ആ വാദം ഉന്നയിക്കുന്നതിന് മുമ്പ് ഖുർആൻ ഒരായത്തോതും. യൗമൽ ഖിയാമത്തി തറല്ലദീന കദബു അലല്ലാഹി വജൂഹും മുസ്വദ്ദ, കള്ളത്തരം പറഞ്ഞാൽ പഠിച്ചവന്റെ അടുത്ത് കുടുങ്ങും എന്നുള്ള ആയത്ത് കോതിയിട്ടാ ചിലപ്പോൾ കള്ളത്തരം പറയാം. ആദ്യം ആയത്തൊക്കെ ഓതിയിട്ട് കള്ളത്തരം പറഞ്ഞാൽ അള്ളാന്റെ അടുത്തത്തെ മുഖർത്ത് പോവും എന്നുള്ള ആയത്ത് ഓതിയിട്ടാണ് ഈ കള്ളം പറയാൻ. പിന്നെ അവൻ സത്യം ചെയ്തങ്ങ് പറയും, അതേ ഖിദിർ നബിനെ കണ്ടു, മറ്റേ മുഹീദ്ദീൻ ശൈഖിനെ കണ്ടു, അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടു എന്നൊക്കെ പറയും. എന്നിട്ട് അവരെല്ലാം മൂപ്പരോട് സംസാരിച്ചു. ഇനി അടുത്തതാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. പലപ്പോഴും
സാധാരണക്കാരായ ആളുകൾ ഇത് കേൾക്കുമ്പോ, സാധാരണക്കാരി തന്നെ ഏകദേശം മുത്തലിമീങ്ങളൊക്കെ സാധാരണക്കാരി തന്നെ കേട്ടോ, എന്നല്ല ചിലപ്പോൾ വലിയ മൂലാമാരൻ ചിലപ്പോൾ സാധാരണക്കാരായി പോലുണ്ട്. അപ്പോ പലപ്പോഴും സാധാരണക്കാർ ഈ കുളൂസൊക്കെ കേൾക്കുമ്പോ ഗലബത്തിൽ ജഹലിന്റെ കടുപ്പം കൊണ്ട് അലൈഹിം ബി അഹ്ലിൽ ഹഖ്, ആരാണ് ഹഖിന്റെ ആളുകൾ ഇത് മനസ്സിലാക്കാനുള്ള വിവരം ഇല്ലാതിരിക്കുമ്പോൾ വൽ ഖൈരി വസ്സലാഹി വൽ ഇത്തിബാഇ, ഖൈറിന്റെ ആൾ ആരാണ്, സലാഹുള്ള ആൾ ആരാണ്, റസൂലുള്ളാഹിനെ പിന്തുടർന്ന് ജീവിക്കുന്ന മഹാന്മാർ ആരാണ് എന്ന് മനസ്സിലാകാതിരിക്കുമ്പോ ഇദാ മവ്വഹ അലൈഹിം അഹദുൻ മിൻ അഹ്ലി തംബീഹി, ഈ തോന്നിപ്പിക്കുന്ന വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് ആളുകളെ ഇങ്ങനെ പറഞ്ഞിട്ട് ആളുകൾ വശീകരിക്കുന്ന കക്ഷികൾ സംസാരിക്കുമ്പോ ഇൻഖാദൂലഹു, ആ സാധാരണക്കാര് അവര് ഇയാള് ശൈഖാന്ന് വിചാരിച്ച അയാൾ പറയും പോലെ അങ്ങ് നിന്ന് കൊടുക്കും. അയാൾ പറയും പോലെ നിന്ന് കുറേ ദിവസം കഴിയുമ്പോൾ മനസ്സിലാകുന്നത് എന്ത്, സ്വന്തം വീടടക്കം പണയത്തിലായി പോയി, ജപ്പുതിയാണ്. കാരണം ശൈഖ് പറയും പോലെ കൊണ്ട കൊടുത്തതാ, പിന്നെ അവസാനം ജപ്പുതിയാണ്. അതേപോലെ തന്നെ പിന്നെ മനസ്സിലാകുന്നത് ഇതൊക്കെ പറ്റിയതാണ്. അതേ മിന്നഹലി തംബീഹിൻ ഖാദൂലഹു വഖാലൂ ബിഹി വത്തബഊഹു, അങ്ങനെ പിന്നെ അവരും പറയാൻ തുടങ്ങും, നമ്മളെ ശൈഖ് എന്ന് പറഞ്ഞാൽ ദിവസം ഖിദ്ർ നബിനെ കാണുന്ന ആളാണ്, അതേ റസൂലുള്ളാഹിനെ ഡെയിലി സ്വപ്നം കാണുന്ന ആളാണ് എന്നൊക്കെ അവരും പറയാൻ തുടങ്ങും. വത്തബഊഹു, ഇതൊക്കെ കേട്ടിട്ട് അവരെ പിന്തുടരും. വനസലുഹുൽ മൻസിലത്തല്ലതി യദ്ഈഹാ, അദ്ദേഹം വാദിക്കുന്ന ആ വാദപ്രകാരം അദ്ദേഹം ഉന്നത സ്ഥാനത്താണ് എന്ന് ഈ സാധാരണക്കാരെ തെറ്റിദ്ധരിക്കും. അസ്അലുല്ലാഹ സലാമത മിൻ ദാലിക ബിമന്നിഹി വകറമിഹി വബിൽ ജുംലതി ഫഅഹ്വാലുഹും റദിയതു ലാ തൻഹസറു വഫീമാ വഖഅ തംബീഹു ബിഹി കിഫായത്തുൻ അൻ ഹദാ ഹാലുൽ മുസ്തതിരീന മിൻഹും. മഹാനായ ഇബ്നുൽ ഹാജി റളിയല്ലാഹു അൻഹു പറയാണ്. അപ്പൊ ഇങ്ങനെ കുറേ വാദികൾ ഉണ്ട്, ഇങ്ങനെ ശൈഖ് വാദിച്ച് നടക്കുന്നവര്. ഇത് തന്നെ ഇമാം സറാനി റളിയല്ലാഹു അൻഹുവിന്റെ അൽ കൗകബ് സാഹിഖ് ഫിൽ ഫർഖ് ബൈനൽ മുരീദി സാദിഖ് വഗൈരി സാദിഖ് എന്ന ഗ്രന്ഥത്തിന്റെ 29ാമത്തെ പേജിലും ബഹുമാനപ്പെട്ടവർ വളരെ വിശദമായി ഇത്തരം വിഷയങ്ങൾ പറയുന്നുണ്ട്.